ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു വെറൈറ്റി ട്രിപ്പ് പിടിച്ചാലോ? നമ്മളിന്ന് പോകാൻ പോകുന്നത് ആഫ്രിക്കയിലേക്കാണ്. വെറൈറ്റി അല്ലേ? ബൈ റോഡ് ആഫ്രിക്കയിലേക്ക് പോവാം. ഓക്കെ, വെൽക്കം ടു NMC Viewfinder. ദിസ് ഈസ് Noufal. I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? ഉമ്മൽക്കോയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഉമ്മൽക്കോയിൽ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഷാർജ ടു ഉമ്മൽക്കോയിൽ റോഡാണ്. നല്ല മഴ വരുന്നുണ്ട്. പുറത്തൊക്കെ നല്ല ഇരുണ്ട കാലാവസ്ഥയാണ്. ചെറിയ മഴ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരാൻ തുടങ്ങി. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ്. പുറത്തെ കാലാവസ്ഥ കണ്ടില്ലേ? നല്ല മഴ വരുന്നുണ്ട്. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. പക്ഷേ അറ്റ്മോസ്ഫിയർ മൊത്തം ഡാർക്കായിട്ടാണ്. ഒരു വൈബ് തന്നെയാണ്. നോക്കിക്ക്, മരുഭൂമിയുടെ ഇടയിലൂടെയുള്ള ഒരു ഹൈവേ, പിന്നെ ഒരു ഡാർക്ക് ക്ലൈമറ്റ്, ഒരു ഹൊറർ ഫീൽ വരുന്നില്ലേ? കണ്ടല്ലേ? നാട്ടിൽ മാത്രമല്ല മഴ, UAE-യിലും ഉണ്ട്. ഒരു നാട്ടിലൊരു എക്സ്പീരിയൻസ് നഷ്ടോടിയിരിക്കുന്നു. ഇവിടെ ഒരു കുളത്തിൻ്റെ കുറവും കൂടി ഉള്ളു. മഴ കിട്ടും. ഇവിടെ കുളം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഹോട്ടൽ തേടി പോകുന്നത്, സ്വിമ്മിംഗ് പൂളിലേക്ക്. എന്താണ് ഘോഷയാത്ര? കുറേ വണ്ടികൾ, മെയിൻ്റെനൻസിൻ്റെ വണ്ടികളാണ്. പുറകിലും വരുന്നു. ലൊക്കേഷനിൽ നല്ലൊരു കൺഫ്യൂഷനുണ്ട്. നമുക്ക് ലൊക്കേഷൻ ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് മരുഭൂമിൻ്റെ ഉള്ളിലേ പോയി ഒട്ടകത്തിൻ്റെ ഫാമൊക്കെ കാണുന്നുണ്ട് സൈഡിൽ. കണ്ടില്ലേ? ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റിസ്ക് എടുക്കണം. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം റൂട്ട്. ഇവിടെ ആരും കാണാനില്ല. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ വഴി ചോദിച്ചു നോക്കാം. ഓക്കെ ബ്രോ, ഈ ആഫ്രിക്കയിലേക്കുള്ള റൂട്ട് ഇങ്ങോട്ട് നേരായിട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ആഫ്രിക്കയിലേക്ക് പോകുന്നത് ഞാനല്ല. ബൈ റോഡ് ബൈക്കായിട്ട് ദിൽഷാദ് ബ്രോ ആണ് പോകുന്നത്. പുള്ളി കേരളത്തിൽ നിന്ന് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് ഇപ്പോൾ UAE ഉമ്മൽക്കോയിൽ എത്തിയിട്ടുണ്ട്. ബൈക്ക് എത്തിയില്ല അല്ലേ? ബൈക്ക് 20 എത്തും. 20 എത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് യാത്രേൻ്റെ മൊത്തം ഒരു പ്ലാൻ? വെച്ചാൽ ബൈക്ക് അതെ മുംബൈയിൽ നിന്ന് ദുബൈയിലേക്ക് ഓടുന്നിട്ട്, ദുബൈയിൽ നിന്നാണ് എല്ലാ രാജ്യത്തും നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബൈ റോഡ് നമുക്ക് ഈജിപ്തിലേക്ക് മാത്രം നമ്മൾ സൗദി വഴി പോവുകയാണെങ്കിൽ ഫെറി ഉണ്ടാവും. നമ്മൾ അല്ലാതെ
ജോർദാൻ ഇസ്രായേൽ വഴി പോവുകയാണെങ്കിൽ നമ്മൾ അണ്ടർ പാസേജ് വഴി സൂയസ് കനാൽ കടന്നിട്ട് നമ്മൾ ഈജിപ്തിലെത്തും. അത് നോമ്പ് കഴിയും. അപ്പോഴത്തേക്കും നോമ്പ് കഴിഞ്ഞിട്ടാവും ഈജിപ്തിൽ പോയതിൻ്റെ ശേഷം ഈജിപ്തിൽ നിന്നാണ് ബാക്കി 27 ആഫ്രിക്കൻ രാജ്യങ്ങൾ കറങ്ങിയിട്ട് തിരിച്ച് സൗദിയിൽ എത്തുന്നത്. അപ്പൊ ഇതിന്റെ വിസ കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തു എല്ലാം ഓൺലൈൻ വിസ ആണല്ലോ ഇപ്പോൾ. പിന്നെ അത് സൗദി മാത്രമേ ആദ്യം വിസ അടിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ സൗദിൻ്റെത് ഓൾറെഡി ഞാൻ എടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഒമാൻ്റെ ഇനി അടുത്ത് എടുക്കണം. അതെല്ലാം പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ റോയൽ എൻഫീൽഡ് ആയിട്ടാണ് യാത്ര. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംശയം, ഈ റോയൽ എൻഫീൽഡിന് നിങ്ങൾക്ക് എല്ലാ രാജ്യത്തും സർവീസ് കിട്ടുമോ? ഏത് വണ്ടിയായിട്ട് പോയാലും എനിക്ക് എല്ലാ സ്ഥലത്തും സർവീസ് കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. പിന്നെ എൻ്റെ അടുത്തുള്ള റോയൽ എൻഫീൽഡാണെങ്കിൽ അതുകൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് വേറെ വണ്ടി ഇല്ല. അപ്പോൾ അതിന്റെ പാർട്സും പാർട്സ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ്. മാറാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഇനി വൈകി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏത് വണ്ടിയാണ്. ഏത് കേടുവരാത്തൊരു വണ്ടി പറഞ്ഞ ലോകത്തൊരു വണ്ടി ഇല്ലല്ലോ. പിന്നെ ഇന്ത്യൻ ഫീൽഡ് എനിക്കറിയാനാണ്. ഞാൻ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെന്തൊക്കെ കേടാ വരിക എന്നെങ്കിൽ എന്താ ശരിയാക്കാനുള്ള ഞാൻ പരിചയമുള്ള നമ്മളെ ചെങ്ങൈനെ പോലെ യന്ത്രങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് അതറിയാം. ഇനി അല്ലാതെ എന്താ കേട് നിൽക്കാണ് അവിടെ കിടക്കട്ടെ. പിന്നെ കുറച്ച് ദിവസം കൂടാലോ. പിന്നെ അവിടെയുള്ള താമസം, ഫുഡ് താമസം ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ ശരിക്കും ദരിദ്ര രാജ്യങ്ങളാണെങ്കിലും ടൂറിസ്റ്റേഴ്സിന് ഭയങ്കര ചിലവാ. ഹോട്ടലിൽ കയറിങ്ങനെ വലിയ ഹോട്ടലുകളാണ്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും വീട്ടിലൊക്കെ വല്ല ചുരുണ്ട് കൂടേണ്ടി വരും. നമ്മളെ പോലുള്ള എന്തായാലും ആരെങ്കിലുമൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടാവില്ലേ? കുറച്ച് രാജ്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് എല്ലായിടത്തും മലയാളീസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ രാജ്യത്തും മലയാളീസ് ഉണ്ട്. എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് രാജ്യത്ത് കൂടി കിട്ടാനുണ്ട്. രാജ്യങ്ങളുടെ ലിസ്റ്റ് എൻ്റെ എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ രാജ്യത്തുള്ള മലയാളികൾക്കൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സഹായമാകും. ദിൽഷാദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യാത്ര ടുഡേ എന്ന് പറഞ്ഞ ചാനൽ ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ്. യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ബൈക്കിലാണ് കൂടുതൽ യാത്ര. പിന്നെ ഇതിനിടയ്ക്ക് ഒരു നോർത്ത് ഈസ്റ്റേൺ ട്രിപ്പ് ജീപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ദിൽഷാദിന് എല്ലാവിധ ആശംസകളും. പിന്നെ ഇദ്ദേഹം NMC Viewfinder എന്ന് പറഞ്ഞ ദുബായിലാണ്. ദുബായ് ബേസ് ചെയ്തിട്ടുള്ള വ്ളോഗ്. ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ദുബായ് ബേസ് ചെയ്തിട്ടുള്ളൊരു മലയാളം വ്ളോഗിങ് കമ്പനിയാണ്. പിന്നെ ഞാനും ഇദ്ദേഹത്തിന്റെ വ്ളോഗുകൾ ഇനി മുതൽ കാണും. കാരണം ഞാനുള്ളതുകൊണ്ട് അതൊന്നല്ല കേട്ടോ. യാത്രാ ചാനലുകൾ നമുക്ക് എത്ര ചെറിയ വ്ളോഗറാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കാണാം. കാരണം നമ്മൾക്ക് അറിയാത്തതും പിന്നെ നമ്മൾ കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ യാത്രാ ചാനലിൽ ഉണ്ടാവും. അതിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂന്നുണ്ടെങ്കിലും കുറച്ച് വ്യൂസ് ഉള്ളൂന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതെന്ന് കിട്ടും. ഇപ്പം ഞാനൊക്കെ ദുബായിനെ പറിച്ച് എന്തെങ്കിലും ബുർജ് ഖലീഫിനെ പറ്റിയുള്ള എന്തെങ്കിലും സംഗതികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ വ്ളോഗുകൾ എടുത്തുകയും അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. വലിയ വ്ളോഗറാകുമ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പോകും. ഈ ചെറിയ വ്ളോഗിങ് ചാനലാകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഞാനൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ചെറിയ വ്ളോഗ് എന്നൊക്കെയാണ്. ചെറിയ വ്ളോഗ് മീൻസ് തുടക്കത്തിലുള്ള വ്ളോഗുകാർ. അപ്പോൾ അതിനൊക്കെയാണ്. അപ്പം എന്താ വെച്ചാൽ ഏറ്റവും ഉപകാരപ്രദം ഇങ്ങനത്തെ വ്ളോഗിങ് ഒക്കെ ആയിരിക്കും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇപ്പം കുറേ ഡീറ്റെയിൽ യാത്ര ഞങ്ങൾക്ക് കിട്ടിയില്ലേ, അതുപോലെ കുറേ ഡീറ്റെയിൽ ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ആഫ്രിക്കയിലേക്ക് ദിൽഷാദാണ് പോകുന്നത്. ദിൽഷാദിന്റെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പ് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ തിരിച്ച് ഷാർജയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ദിൽഷാദിന് എല്ലാവിധ ആശംസകളും. ട്രിപ്പൊക്കെ ഹാപ്പി ആയിരിക്കട്ടെ, സേഫ് ആയിരിക്കട്ടെ. ഉള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ചാനലും കാണുക. ശരിയല്ലേ? വലിയ വലിയ ട്രിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ ദിൽഷാദിനെ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളിയുടെ യാത്ര പ്ലാനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവിടുന്ന് ഞാൻ തിരിച്ചു നേരെ ഷാർജയിലേക്ക് തന്നെയാണ്. എന്തായാലും ദിൽഷാദ് കുറച്ച് ദിവസങ്ങൾ ഇനി UAE ഉണ്ടാവും. അതിനുശേഷം പുള്ളിയുടെ ബൈക്ക് ഇവിടെ UAE-ലെത്തും. അതിനുശേഷം പുള്ളി അടുത്ത രാജ്യങ്ങളിലേക്ക് പോയി ആഫ്രിക്ക ലക്ഷ്യമാക്കിയിട്ട് പുള്ളിയുടെ യാത്ര മുന്നോട്ട് നീങ്ങും. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർ യാത്ര ടുഡേ ചാനലിൽ പോയി നോക്കുക. വളരെ നല്ല വീഡിയോസാണ് അതിൽ വരുന്നത്. സോ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം NMC Viewfinder. ദിസ് ഈസ് Noufal. Bye bye.